ഈ ഒരേക്കടൽ കഴിഞ്ഞിട്ട് ഞാൻ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ചെയ്യുന്ന പടമാണ് ചോട്ടാ മുംബൈ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എൻ്റെ ട്രാവലിംഗ് എപ്പം സിഗ്സാഗ് ട്രാവലിംഗ്, അതായത് കിട്ടുന്ന പടങ്ങളൊക്കെ അതുപോലെ അത് ഞാൻ ചൂസ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഒരു പക്ക ഒരു കമേഴ്ഷ്യൽ എന്ന് പറയുക, സോ കാൾഡ് കമേഴ്ഷ്യൽ ഫിലിമിന് ചെയ്യുമ്പോൾ അടുത്ത ഒരു ആർട്ടിസ്റ്റിക്കായത് സബ്ജക്റ്റ് പറയുകയാണെങ്കിൽ ലോ ബഡ്ജറ്റാണ് ഹൈ ബഡ്ജറ്റ് നോക്കത്തില്ല, അതിൽ പോകും. അപ്പം ഞാൻ ഒരേ കടലിലിരുന്ന് നേരെ വന്ന് ജോയിൻ ചെയ്യുന്നത് ചോട്ടാ മുംബൈയാണ്. എൻറ്റേർലി ഡിഫറെൻ്റാണ്. അത് ഭയങ്കര ഒരു പൊയറ്റിക്കായിട്ട് എടുത്തൊരു പടമാണ്. ഇത് ഭയങ്കര ഒരു എന്താ പറയുക, വൈബ്രൻറ്റ് കളേഴ്സ്, വൈബ്രൻറ്റ് ഇത്. അത് എങ്ങനെ തീരുമാനിക്കുന്നത്, ഞാൻ ആ പടം കഴിഞ്ഞിട്ട് നേരെ വന്നു അൻവർ റഷീദ് മീറ്റ് ചെയ്യുന്നു. മണിയമ്പിള്ള രാജുവാണ് പ്രൊഡ്യൂസർ. മണിയമ്പിള്ള രാജു എന്നെ വിളിക്കുന്ന അഴപ്പൻ കൊച്ചി വരെ വന്നിട്ട് ഒരു കഥ കേൾക്കണമെന്ന്. അപ്പോൾ ശരിയും പറഞ്ഞിട്ട് അവിടെ പോകുന്നു. ആ സ്റ്റോറി കേട്ടു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് കേട്ടപ്പോൾ എനിക്ക് ഒരേ കൺഫ്യൂഷൻ. ഇത് ഞാൻ ഒരേ കടൽ ഹാങ് ഓവർ കഴിഞ്ഞിട്ട് നേരെ വരുന്നതാണ്. ഇതെന്ത് ചെയ്യാൻ പറ്റുമോ, ഇത് ഒരു അവർ പറയുന്ന രീതിയിൽ ബെന്നി പി നാരമ്പലമും പുള്ളിയുടെ പടം നേരത്തെ ചാന്ത് പൊട്ടി ചെയ്തിട്ടുണ്ട്. അത് കുറച്ചുകൂടെ എമോഷണലൊക്കെ വരുന്ന ഒരു പടമാണ്, ഹ്യൂമറാണെങ്കിൽ. ഇത് ഹ്യൂമറാണെങ്കിൽ ഭയങ്കര റസ്റ്റിക്, ഒരു സ്ലാപ്സ്റ്റിക് കോമഡിയോ അങ്ങനെ എന്ത് സറ്റയറുണ്ട് എല്ലാം മിക്സ് ചെയ്ത ഒരു കോമഡിയാണ്. അപ്പോൾ ഒരു കൺഫ്യൂഷനില്ല. ഈ ഒരേ കടലിൽ നിന്ന് ഇറങ്ങണം ഫസ്റ്റ്. ഞാൻ ഐ ഹാവ് ടു ചേഞ്ച് മൈസെൽഫ്. അതിലുള്ള ലൈറ്റിംഗ് പാറ്റേൺ അത് ഇതെല്ലാം മാറ്റണം. അപ്പോൾ അൻവർ റഷീദിട്ട് ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പടങ്ങൾ പറയാൻ പറ്റുമെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞ അങ്ങനെ ഒന്നും എക്സാമ്പിൾ ഇല്ല, എന്തെങ്കിലും ചേട്ടൻ്റെ മനസ്സിൽ എന്താ വരുന്നതെന്ന് പറഞ്ഞ്. ഞാൻ സിറ്റി ഓഫ് ഗാഡ് അങ്ങനെയൊക്കെ എന്തെങ്കിലും പോയാലോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് പറയുക എക്സാമ്പിൾ, കോപ്പി അടിക്കാനല്ല, ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞ്. സിറ്റി ഓഫ് ഗാഡ് അങ്ങനെയൊക്കെ ഒരു മെക്സിക്കൻ ടോണിൽ ക്രിയേറ്റ് ചെയ്താലോ. മെക്സിക്കൻ ഫിലിമിൻ്റെ ഒരു പ്രത്യേക സ്റ്റൈൽ ഓഫ് ടോൺസ് ഉണ്ട്, കളർ പാറ്റേൺസൊക്കെ വളരെ ഡിഫറെൻറ്റാണ്. അപ്പോൾ യെല്ലോ പറഞ്ഞാലും ഒരു യെല്ലോ ഓക്ക് എന്ന് പറയുന്ന ഒരു കളറും എല്ലാം ഒരു വൈബ്രൻറ്റ് കളേഴ്സായിരിക്കും, ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു കളർ പാറ്റേൺ പിടിച്ചു തന്നു. പറയുമ്പോൾ വെറുതെ പറയുക, അല്ലാതെ നമുക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഒരേ കടൽ ഇങ്ങനെ ഗ്രേഷും ഒരു ബ്ലൂ ഗ്രേ ഇങ്ങനെ ഈ ഇതിലേ നിൽക്കുന്നത് എല്ലാം ഗ്രേയുടെ പർപ്പിളാണെങ്കിലും ഗ്രേ പർപ്പിൾ ഇങ്ങനെ എല്ലാം ഗ്രേ ചുറ്റുപാടിലുള്ള കളേഴ്സ് പാറ്റേണിലാണ് ഞാൻ അത് കാസ്റ്റ്യൂമൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന് ഇൻഡോർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലൈറ്റിംഗ് പാറ്റേൺ അങ്ങനെയാണ്. അപ്പം ഇത് മൊത്തം സ്പ്ലാഷി ആയിട്ട് അങ്ങനെ ചെയ്താലോ എന്ന് ചോദിച്ചു. വെറുതെ പറയാൻ വേണ്ടി പറഞ്ഞു. അത് കൊള്ളാം ചേട്ടാന്ന്. അങ്ങനെ ഞാൻ കുറേ ഫോട്ടോഗ്രാഫ്സൊക്കെ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് നോക്കി. ഓക്കെ, ഇതായി. അപ്പം ഇവർ നേരത്തെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ലെന്ന് ഞാൻ ചോദിച്ചു. ഞാൻ ഇത് ഫ്യൂജി ഫിലിം ചെയ്യാൻ പോകുന്നെന്ന്. ഫ്യൂജി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു അപ്സെറ്റ് പോലെ തന്നെ മുഖങ്ങളൊക്കെ കണ്ട്. ആൻഡ്രോ ജോസഫ് ആണെങ്കിലും എല്ലാവരും എന്തിനാണ് എങ്ങനെ എന്ന് ചോദിച്ചു. ഞാൻ വേറെ ഒരു കളർ പാറ്റേൺ ട്രൈ ചെയ്യാന്ന്. അന്ന് നമുക്ക് ഡിജിറ്റൽ ഗ്രേഡിങ് ഇല്ലാത്തത് കൊണ്ട് മാക്സിമം ലൊക്കേഷനിൽ തന്നെ ക്രിയേറ്റ് ചെയ്യണം. ഫ്യൂജി അന്ന് സെക്കൻഡ് ഗ്രേഡ് ഫിലിമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു ക്യാമറമാൻ എടുക്കത്തില്ല. പക്ഷേ ഞാൻ നേരത്തെ തിളക്കത്തിൽ പ്രൂവ് ചെയ്തതാണ്. തിളക്കം എന്നൊരു പടം ചെയ്ത് വേറെ ഒരു കളർ പാറ്റേണിൽ ചെയ്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. മനസ്സിനക്കരയിലെ പാട്ടുകളൊക്കെ ഫ്യൂജിയിൽ ചെയ്തിട്ടുണ്ട്. മനസ്സിനക്കര ചെയ്തപ്പം കാഴ്ചയിലെ ഒരു പോർഷൻ ഫുള്ള് ഫ്യൂജിയിൽ ചെയ്തിട്ടുണ്ട്, ഗുജറാത്ത് പോർഷൻ. പക്ഷേ ഇത് ഫ്യൂജിയിൽ ചെയ്യുമ്പോൾ ഡിഫറെൻറ്റാണ് ചെയ്യാമെന്ന്. ഇന്ന് ഡിജിറ്റലായതുകൊണ്ട് നമുക്ക് എന്തും പോസ്റ്റിൽ ചെയ്യാനുള്ള ആ ടെർമിനോളജി സംസാരമേ ഇല്ല. ആക്ച്വലി അവിടെ തന്നെ ചെയ്യണം. ഓക്കെ എന്ന് ആയി ഡിസൈഡ് ആയി ആ ഫിലിമൊക്കെ മാറ്റി അങ്ങനെ ചെയ്യാൻ. അങ്ങനെ പിന്നെ വീണ്ടും ചോദിച്ചു ഒരു വൈഡർ പെർസ്പെക്റ്റീവിൽ ചെയ്താൽ എന്തായിരിക്കുമെന്ന്. അങ്ങനെ വൈഡർ പെർസ്പെക്റ്റീവ് പോയി കളർ പാറ്റേണൊക്കെ ഈ എല്ലാ കാസ്റ്റ്യൂമിലെയും പോയി ചെക്ക് ചെയ്തിട്ട് കാസ്റ്റ്യൂം കൂടെ ഇരുന്ന് തന്നെ എനിക്ക് കിട്ടേണ്ട കളേഴ്സൊക്കെ വെച്ചിട്ട് ആ പടം ടോട്ടലി എൻറ്റേർലി ഡിഫറെൻറ്റ് ഫിലിമാണ്. പിന്നെ ആക്ടേഴ്സ് എല്ലാവരുമേ വൈബ്രൻ്റായിട്ട് അതിൽ പെർഫോം ചെയ്യുന്ന ആക്ടർ. ലാൽ സാറാണെങ്കിൽ ശരി, ജയതി ചേട്ടനാണെങ്കിലും ശരി, ഇന്ദ്രജിത്താണ്, എല്ലാവരുമേ. കലാഭവൻ മണിയുടെ കൂടെ വാസന്തി ലക്ഷ്മി, കരുമാടിക്കുട്ടൻ. പിന്നെ അത് കഴിഞ്ഞ് ഭയങ്കര ഡിഫറെൻറ്റ് ഫിലിമാണ് ചോട്ടാ മുംബൈയിൽ. അപ്പോൾ ഈ ക്യാരക്ടർ ക്രിയേഷനൊക്കെ നമ്മൾ ക്യാമറമാൻ്റെ സിനിമാറ്റോഗ്രാഫറിൻ്റെ ഒരുപാട് കോൺട്രിബ്യൂഷൻ ഉള്ളത് കൊണ്ട് അതിൻ്റെ ഒരു ലൈറ്റിംഗ് പാറ്റേൺ, അതിൻ്റെ ഓരോരോ ആർട്ടിസ്റ്റിൻ്റെ കോസ്റ്റ്യൂംസ്, ഒരു ആംഗിൾ ഓഫ് കവറേജ്, പിന്നെ ക്യാമറ മൂവ്മെൻറ്റ്സ് കാൻഡിഡായിട്ട് എങ്ങനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ റസ്റ്റിക്കായിട്ട് എങ്ങനെ ഉപയോഗിക്കാം, അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത്
അപ്പോൾ എനിക്ക് ഈ അതിനകത്ത് ഓരോ ഡയറക്ടറുടെ ഫ്രീഡം കിട്ടുന്നത് പോലെ തന്നെ ഇവിടെയും അൻവർ റഷീദിനും കിട്ടും. അങ്ങനെ ആ ഫിലിം ഒരു ഡിഫറെൻറ്റ് ലെൻസിങ് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പം ഫോർട്ട് കൊച്ചിയിൽ തന്നെ ഓരോ ഷോട്ട് എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ ഏതെങ്കിലും വന്നിട്ടുണ്ടോ പടങ്ങളിൽ വരാത്ത ഒരു ആംഗിളിൽ തന്നെ. പക്ഷേ ആ പടം കഴിഞ്ഞ് റിലീസായി ഭയങ്കര ഹിറ്റായി, സൂപ്പർ ഹിറ്റ് പടമാണ്. ഇത് കണ്ടിന്യൂസ് ചെയ്ത പടങ്ങളെല്ലാം ഒക്കെ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു പീരിയഡാണ്. മനസ്സിനക്കര അന്തനം തൊട്ട് ഓൾ ദ ഫിലിംസ് ആർ ഹിറ്റ്. അപ്പോൾ ഈ പടത്തിൽ ഞാൻ ഡെഫിനറ്റ് ഐ മസ്റ്റ് ഡു സംതിങ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കളർ പാറ്റേൺസ്, ലൈറ്റിംഗ് പാറ്റേൺസ് എല്ലാം ഒരു തിയറിയൊക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ്. നോർമൽ ഒരു ചെറിയ ബേസിക് തിയറി ഉണ്ട് സിനിമാറ്റോഗ്രാഫിയിൽ, അതെല്ലാം ബ്രേക്ക് ചെയ്തിട്ട് ഒരു റൂൾസ് ബ്രേക്ക് ചെയ്യുന്നു പറഞ്ഞ ഷോട്ടുകളും ലെൻസസും അങ്ങനെ ചെയ്ത പടമാണ്. പക്ഷേ അത് ഓഡിയൻസിൻ്റെ ഇടയ്ക്ക് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റിൽ വന്നപ്പോൾ എല്ലാം ക്ലാപ്സ്, ഭയങ്കര അപ്രീഷിയേഷൻ കിട്ടി. മാത്രമല്ല ഇൻഡസ്ട്രിയിൽ നിന്ന് പലരും ഞാൻ ചെയ്ത പടം എന്ന് പറഞ്ഞൊരു വിശ്വസിച്ചില്ല. അതേപോലെ ആരെങ്കിലും വച്ച് ചെയ്തോ, അസിസ്റ്റൻറ്റ്സ് ചെയ്തോ, അങ്ങനെ ഒരു ചോദ്യങ്ങളൊക്കെ ഉണ്ടായി. കാരണം എല്ലാവർക്കും ഡൗട്ടാണ്, ഞാനിങ്ങനെ ഒരു കാറ്റഗറിയിൽ വരുന്ന ആളല്ലല്ലോ. അഗ്നിസാക്ഷി തൊട്ട് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ എമോഷണൽ ഫിലിംസും അങ്ങനെ വന്ന് തിളക്കം മാത്രമേ കുറച്ച് ഡിഫറെൻറ്റ് ഫിലിം ചെയ്തിട്ടുള്ളത്. ഹ്യൂമറാണെങ്കിലും അതിൻ്റെ പിക്ചറൈസേഷൻ എല്ലാമേ ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഡെഫിനറ്റ് ഓരോരാൾ വിളിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ അൻവർ റഷീദ് എന്ത് ചെയ്ത് എന്നെ ചേട്ടൻ പുള്ളി ടെലിവിഷനിൽ പ്രൊമോഷൻ, ഇൻ്റർവ്യൂ, ഫേസിങ് അതൊന്നും വരാറില്ല. അപ്പോൾ അന്ന് ആക്ടേഴ്സും വരാറില്ല. വരികയാണെങ്കിൽ ഡയറക്ടേഴ്സ്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് രണ്ടുപേരും മാത്രമേ നോർമലി അന്നത്തെ കാലത്തിൽ ടെലിവിഷൻ ഇൻ്റർവ്യൂ പോകാറുണ്ട്. മോഹൻലാൽ വരത്തില്ല, മമ്മൂക്ക വരത്തില്ല, ആരുമേ പ്രൊമോഷൻ, ഇന്ന് എല്ലാവരുമേ പ്രൊമോഷനിൽ ചെയ്യുന്ന പോലെ അങ്ങനെ ഒരു ഇതേ ഇല്ല, ഹാബിറ്റില്ല. അപ്പോൾ എന്നെ വിട്ടു എല്ലാ പ്രൊമോഷനും. അങ്ങനെ ഏഷ്യാനെറ്റിൽ ഒരു ലൈവ് മോർണിംഗ് ഷോ കമ്പയർ അളകനന്ദ ആർ സംബടി ഇൻ്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുക, ലൈവാണ് കംപ്ലീറ്റ് 7 മണിക്ക്. അപ്പോൾ ഓരോരോ കാൾ വരുന്നു, ചിലർ അപ്രിഷിയേഷൻ ചെയ്യുന്നു, ചില ഡൗട്ട് ചോദിക്കുന്നു, എനിക്കറിയുന്നതൊക്കെ പറയുന്നുണ്ട്. ഡയറക്ടേഴ്സ് പറയാൻ വേണ്ടിയ ഉത്തരങ്ങളൊക്കെ ചിലത് പറയാൻ വേണ്ടിയത് വന്നു, റൈറ്റേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ചോദിച്ചത് ചിലത് ഉത്തരങ്ങൾ പറഞ്ഞ് ഇങ്ങനെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദുബായിൽ നിന്ന് മുസാഫിറിന് ഒരാൾ വിളിക്കുന്നു, ലൈവാണ്. അപ്പം പുള്ളി വിളിച്ചിട്ട് അഴകപ്പ ചേട്ടനോ അതെ എന്ന് പറഞ്ഞിട്ട് കണക്ട് ചെയ്ത് തന്നു. നിങ്ങൾ ഡെഡ്ലി ഫാനാണ്, മറ്റേ പടം കണ്ടോ, അത് പടം കണ്ടുകൊണ്ട് ഇത് ഭയങ്കര അപ്രിഷിയേഷൻ ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര ഡെഫിനറ്റ്ലി ഹാപ്പി ആവില്ലേ. അപ്പോൾ ഡബിൾ ഹാപ്പി ആയിക്കൊണ്ടിരിക്കുമ്പോൾ ചേട്ടാ ഈ ചോട്ടം മുമ്പേ കണ്ടു, ഇങ്ങനെ ഒരു തല്ലിപ്പുള്ളി പടം ചേട്ടൻ്റെ ഭാഗത്തിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്തില്ല, ഇത്ര വൃത്തികേട് ക്യാമറ വർക്ക് ചെയ്ത പടം ഞാൻ കണ്ടിട്ടില്ല, ഇനി അങ്ങനെയൊക്കെ ചെയ്യരുതെന്ന് പറഞ്ഞ് ഞാൻ ഷോക്കായിപ്പോയി. ലൈവാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ കോമ്പയർ നോക്കി ചിരിച്ചു. അവർക്ക് പാനലിൽ ഇങ്ങനെ കട്ട് ചെയ്യാൻ, മൈക്ക് കട്ട് ചെയ്ത് പിടിച്ച ആളുടെ മൈക്ക് കട്ട് ചെയ്യുകയാണെങ്കിൽ അയാൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക കണ്ടിന്യൂസാണ്. അപ്പം ഞാൻ വെരി സോറി, ഞാൻ ഇനി അങ്ങനെയുള്ള പടങ്ങൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം, പിന്നെ നല്ല പടം ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ എസ്കേപ്പ് ചെയ്തൊരു. പക്ഷേ അത് കഴിഞ്ഞിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല ലൈവിൽ, കാരണം അത്രയും ഷോക്കായിപ്പോയി. ചിലർക്ക് ഇഷ്ടപ്പെടുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടാതെ വരും. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഞാനിങ്ങനെ ഓരോരോ ഡയറക്ടറുടെ കൂടെ പുതിയ ഡയറക്ടറും ചെയ്ത ഡയറക്ടർ കൂടെയും എൻ്റെ ലൈഫ് സിനിമയിൽ ഇപ്പോൾ സജീവമായി. അതിന് ഇൻ ബിറ്റ്വീൻ സമയം കിട്ടുമ്പോൾ ഒരു ചെറിയ ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്ററിയോ ടെലിവിഷൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അപ്പോൾ ആരെങ്കിലും പറയും അഴകപ്പൻ ഒരു ചെറിയ ഫീച്ചർ ചെയ്യണം, മറ്റേ 5D ക്യാമറ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാമറ ഉള്ളൂ, അത് വെച്ച് ചെയ്യാൻ പറ്റുമോ എന്ന്. അപ്പോൾ അവർ വിചാരിക്കുന്നത് ഞാൻ സിനിമയിൽ വന്നതുകൊണ്ട് ചിലപ്പോൾ ചെയ്യില്ലെന്ന്. പക്ഷേ ഞാൻ സബ്ജക്റ്റ് കേട്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ് അത് കണ്ടിന്യൂ. അപ്പോൾ എല്ലാ നമ്മുടെ സിനിമ സർക്കിളിൽ തന്നെ സംസാരിക്കാറുണ്ട്, അതെന്താ ഇങ്ങനെ ഇടയ്ക്ക് പോയി ടെലിവിഷൻ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞത്. എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ഒരു ഫീൽഡാണ്. സോ ഐ എം ടേക്കിംഗ് പ്ലഷർ ഫോർ ദാറ്റ് എന്നൊക്കെ അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഈ ഷാഫിയുടെ ഒരു ഡയറക്ടർ ഷാഫിയുടെ ഒരു വിളി വരുന്നു. അപ്പോൾ അത് കണക്ട് ചെയ്തത്
ഞാൻ നേരത്തെ ഗൗരിശങ്കറും ഒരു പടം നേമം പുഷ്പരാജ് ഡയറക്റ്റ് ചെയ്ത പടം ക്യാമറ ചെയ്തപ്പം ഉണ്ടായ പ്രൊഡ്യൂസർ, സെയിം പ്രൊഡ്യൂസറാണ്. അപ്പോൾ ആ പ്രൊഡ്യൂസർ ഷാഫിയുടെ പടം ചെയ്യാൻ പോകുന്നു, അഴകപ്പൻ ക്യാമറ വയ്ക്കണമെന്ന്. അപ്പോൾ ഷാഫി എന്നെ വലിയ പരിചയമില്ല, ഞാൻ മീറ്റ് ചെയ്തിട്ടുമില്ല. അങ്ങനെ കൊച്ചിക്ക് വീണ്ടും വന്നിട്ട് ഷാഫിയായിട്ട് കഥ കേൾക്കുന്നു. അപ്പം പുതിയ 2 റൈറ്റേഴ്സാണ് മലയാള സിനിമയിൽ വന്നിട്ടുണ്ട്, സച്ചി ആൻഡ് സേതു. അപ്പോൾ കഥ കേട്ടപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. കഥ മൊത്തം കേട്ടിട്ട് സച്ചിയുടെ ഒരു ടേസ്റ്റ് നോക്കിയപ്പം പുള്ളി കുറച്ചുകൂടെ മോഡേണായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ച ആളാണ്. സേതുവും അതുപോലെ. പക്ഷേ ഷാഫിയുടെ പടങ്ങൾ, നേരത്തെ ഉള്ള പടങ്ങളൊക്കെ ഞാൻ ആലോചിച്ചപ്പം കല്യാണരാമൻ, തെങ്കാശിപ്പട്ടണം, മായാവി, അതിനു മുമ്പ് പുലിവാല് കല്യാണം, ഇങ്ങനെയുള്ള ഹ്യൂമർ ഫിലിംസാണ്. അപ്പോൾ അവിടെ വിഷ്വൽ ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാതെ പടങ്ങളാണ് കംപ്ലീറ്റ്. കാരണം അവരെല്ലാം സ്റ്റോറി ടെല്ലേഴ്സാണ്, ഭയങ്കര സക്സസ്ഫുൾ മേക്കറാണ്. ലാലും സിദ്ദിഖ് ലാലും പടം ചെയ്തതുപോലെ തന്നെ ഇവരും ഭയങ്കര സക്സസ് മേക്കർ. ബട്ട് ആസ് എ സിനിമാറ്റോഗ്രാഫർ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ചപ്പോൾ, കാരണം ഞാൻ നല്ലൊരു ഒരു ട്രാവലിംഗ് നടക്കുന്നുണ്ട്, ഓരോരോ പടങ്ങളും മാറി മാറി നല്ല പടങ്ങൾ കിട്ടുന്നുണ്ട്, അതിൽ പേര് കിട്ടുന്നുണ്ട്. അപ്പം ഇത് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല, കാരണം ഇവരുടെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ല, നമുക്ക് ചേരുമോ, ഒരു കൺഫ്യൂഷൻസ് ഉണ്ട്. എപ്പോഴും ഞാൻ ഇങ്ങനെയുള്ള പുതിയ സ്ഥലങ്ങളിൽ പോകുന്ന എൻ്റെ കൺഫ്യൂഷൻസാണ്. അപ്പോൾ ഞാൻ പ്രൊഡ്യൂസറെ ചോദിച്ചു, ചേച്ചി ഷാഫി എങ്ങനെ ഇത് എന്താ കൺസീവ് ചെയ്തിരിക്കുന്നത് എന്തെങ്കിലും പറയാം. ആദ്യം എനിക്കറിയാം ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ സച്ചിയുടെ അടുത്ത് ഞാൻ സംസാരിക്കുമ്പോൾ സച്ചിക്ക് ഭയങ്കര വിഷ്വൽ ടേസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായി, സേതുക്കും ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഷാഫിയുടെ അത് എങ്ങനെ കൺവിൻസ് ചെയ്യാൻ, അപ്പം ഞാൻ നേരിട്ട് തന്നെ ചോദിക്കാമെന്ന് വെച്ചിട്ട് ഷാഫിയെ തനിച്ച് റൂമിൽ പോയി കണ്ടു. ഷാഫി, ഇത് എന്തെങ്കിലും വിഷ്വൽ തിങ്കിങ് എന്ന് അഴപ്പിച്ചിട്ട്, ഇത് നല്ല ഒരു ഹ്യൂമർ സിറ്റുവേഷനൊക്കെ ഒരുപാടുണ്ട്, അത് മാത്രം പറഞ്ഞു. അപ്പോൾ എനിക്ക് വീണ്ടും ഡൗട്ടായി, ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. എനിക്ക് ഈ ചാന്തുപൊട്ടുക്ക് ഒരു പേടി ഉണ്ടായില്ലേ, നല്ല വിഷ്വൽ ദിലീപ് ആക്ട് ചെയ്യുന്നതുകൊണ്ട് ഏർലി മോർണിംഗ് ഒക്കെ മിസ്സാവുമോ, ഇത് മിസ്സാവുമോ എന്നൊക്കെ ഒരു കൺഫ്യൂഷനാണ്. കോൺഫിഡൻസ് കുറവല്ല, എനിക്ക് ഇൻഡസ്ട്രിയിലെ ഒരു പേര് എവിടെയെങ്കിലും വിട്ടുപോവോ, കഷ്ടപ്പെട്ട് വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ഷാഫി, ഞാൻ കുറച്ച് വിഷ്വൽ ഓറിയൻറ്റഡ് സിനിമാറ്റോഗ്രാഫറാണ്, പക്ഷേ കഥയ്ക്ക് വേണ്ടി ഉള്ള വിഷ്വലാണ്, അല്ല ക്യാമറയ്ക്ക് വേണ്ടി ഞാൻ നിർബന്ധിക്കില്ല, അങ്ങനെ ബുദ്ധിമുട്ടാവുമെന്ന് ചോദിച്ചു. അല്ല അതൊന്നും കുഴപ്പമില്ല, അത് അഴപ്പിച്ചിട്ടും കേട്ടിട്ട് എന്താ പറയുക. അപ്പോൾ ഞാൻ ഓരോ സീനും ഞാൻ ഇൻഡിവിജ്വലായി വായിച്ചിട്ട് ഞാനത് നോട്ട് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് പറയാൻ പറഞ്ഞിട്ട് അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറെ വിളിച്ച് ഫുള്ള് തനിച്ചിരുന്ന് വായിച്ചിട്ട് ഞാൻ സെൽഫായിട്ടൊരു നോട്ടിങ് ഒക്കെ ചെയ്തിട്ട് ഇതിങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, അതങ്ങനെ ചെയ്തായിരിക്കും, അങ്ങനെ ഒന്ന് പറയുമ്പോൾ പുള്ളി ഒന്ന് റിപ്ലൈ പറയുന്നില്ല. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ കാരണം ഈ മായാവിക്ക് ബിഗ് ഹിറ്റ് മൂവിയാണ്. അത് കഴിഞ്ഞിട്ട് ഈ പടം വരെ ചെയ്തിട്ടുണ്ട്, വിക്രമൻ്റെ പടം മജ. സോ അങ്ങനെ ഒരു ഡയറക്ടറെ എങ്ങനെ അപ്രോച്ച് ചെയ്യാനോ ഒരു കൺഫ്യൂഷൻസാണ്. എന്നെക്കാട്ടിലും ഒരുപാട് വരെ. അപ്പോൾ ഒരു കോംപ്ലക്സ് ഉണ്ടായി പോകുന്നൊരു പേടി. എന്നിട്ട് പടം തുടങ്ങി. അപ്പം ഞാൻ അപ്പവും ഇത് വീണ്ടും ഇമ്പോസിഷൻ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് അവർക്ക് ഇറിറ്റേറ്റായി കാണാം. ഷാഫി പറഞ്ഞ്, കുഴപ്പമില്ല ചേട്ടാ, നിങ്ങൾ പിടിക്കുക, നമ്മൾ നോക്കാമെന്ന്. മൊത്തം പടം കൊച്ചിയിൽ വെച്ചാണ് നമ്മൾ ഷൂട്ടിംഗ് തീരുമാനിച്ചു. അപ്പോൾ ഇതിൽ കോളേജെന്ന് പറയുന്നത് തേവരയിലെ ഒരു കോളേജുണ്ട്, തേവര കോളേജ്. അവിടെ പോയി ലൊക്കേഷൻ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു ഫോട്ടോജനിക്ക്, എവിടെ ക്യാമറ വെച്ചാലും ഒരു ആംഗിൾ കിട്ടുന്ന ഒരു കോളേജാണ്, അതുമൊക്കെ ആയി. അത് കഴിഞ്ഞിട്ട് ഒരു വീട്, മറ്റേ ഒരു സെറ്റ് കിട്ടും, നമ്മൾ ഈ DD വില്ല എന്ന് പറയുന്ന സ്ഥലത്തിൽ അവിടെ മേളിൽ ഒരു സെറ്റ് ഇട്ടിട്ട് ഇവരൊക്കെ കൂടിയിരിക്കുന്ന ഒരു മറ്റേ ബാച്ചിലേഴ്സ് ഓഫീസസ് പോലെ ഒരു ക്രിയേറ്റ് ചെയ്ത്, പൃഥ്വിരാജ് അവരെല്ലാവരും കൂടി സംസാരിക്കുന്ന ഒരു ഓഫീസ് സെറ്റപ്പ്. അപ്പോൾ അത് ഒരു സെറ്റ് നമ്മൾ അറേഞ്ച് ചെയ്തു. അപ്പോൾ ഈ പടം തുടങ്ങി. അപ്പോൾ ഈ ഒരു വലിയ സെറ്റപ്പായിരുന്നു, ലൈറ്റിങ്ങൊക്കെ മേളിലിരുന്നേ ചെയ്യാൻ പറ്റുമായിരുന്നു, താഴെ അധികமாக സ്പേസ് ഇല്ലാത്തതുകൊണ്ട് മേളിലിരുന്ന് ലൈറ്റിങ് ചെയ്യാം. അപ്പം പഴയ ടൈപ്പ് സ്റ്റുഡിയോ ലൈറ്റിങ് ഞാൻ ചെയ്ത് പരിചയമുള്ളതുകൊണ്ട് എനിക്ക് ഈസിയാണ്. അത് ഞാൻ വേറെ ഒരു തരത്തിലെ പഴയ ടൈപ്പ് ലൈറ്റിങ് വരാതെ ന്യൂ മോഡൽ ഒരു ആഡ് ഫിലിമിലൊക്കെ വരുന്ന ലൈറ്റിങ് പോലെ ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്യാൻ തുടങ്ങി.
അപ്പോൾ കുറച്ച് ടൈം കൺസ്യൂം ആയി കഴിഞ്ഞു. കാരണം ഡെലിക്കേറ്റഡായിട്ട് ഫിക്സ് ചെയ്യാൻ കുറച്ച് പ്രോബ്ലമൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ താഴെ ഇറങ്ങി ഫസ്റ്റ് ഫ്ലോറിൽ വന്നിട്ട് ബാത്റൂം പോയിട്ട് വരുമ്പോൾ സലീം കുമാർ അവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പം സലീം കുമാറിൻ്റെ പുള്ളി ഉറക്കെ പറഞ്ഞ് സലീം കുമാർ വീട്ടിലേക്ക് പോകുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല, ഞാനിപ്പോൾ രാവിലെ പോയിട്ട് വന്നല്ലോ എന്ന് പറഞ്ഞു. ഞാനും പോയിട്ട് വന്നു, ഞാൻ രാവിലെ ഷൂട്ടിങ് പോയിട്ട് വീട്ടിൽ പോയിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അവിടെ തന്നെ ഇരിക്കുന്നു, പക്ഷേ എന്തുകൊണ്ട് പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പം തിരിച്ച് പെട്ടെന്ന് അഴപ്പച്ചേട്ടാ ഞങ്ങൾ രണ്ടുപേരും വീട്ടിലേക്കൊക്കെ പോയിട്ട് ഇപ്പം തിരിച്ച് വന്നു കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അധികം കാര്യം മനസ്സിലായില്ല. അല്ലേ, സമയം എടുത്തോളൂ, ലൈറ്റിങ് എടുത്തോളൂ, സമയം എടുത്തോ, ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ട് വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഭയങ്കര എനിക്ക് ഇൻസൾട്ടഡായി. ഞാൻ മുകളിലേക്ക് പോയി, അവിടെ പോയിട്ട് ഒരു അപ്സെറ്റായി. അവിടെ നിൽക്കുമ്പോൾ ബാക്കിലെ മാനേജറൊന്ന് പറഞ്ഞ് അത് ജോക്ക് അടിച്ചതാണ് ചേട്ടാ, അത് സീരിയസ് എടുക്കണ്ടെന്ന്. അതായത് ലൈറ്റിങ് ഒരുപാട് സമയം എടുക്കുന്നുണ്ട് എന്നുള്ള മീനിങ്. അപ്പോഴാണ് ഞാൻ താഴെ വീണ്ടും പോയിട്ട് ലൈറ്റിങ് റെഡിയെന്ന് പറഞ്ഞ് ഷോട്ടൊക്കെ എടുത്ത് എല്ലാം. ഈവനിങ് ആയപ്പോൾ ഇനി ഒരു ഡിസ്കംഫർട്ട് അത് കിടക്കുമായിരുന്നു. ആ ജോക്ക് എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ടോ കൊച്ചു ഭാഷ കിട്ടാത്തത് കൊണ്ടോ എന്നറിയില്ല. ഞാൻ പറഞ്ഞു ഷാഫി ഏതെങ്കിലും ഇൻകൺവീനിയൻസ് ഉണ്ടെങ്കിൽ, അപ്പോൾ വേറൊരു ക്യാമറാമാൻ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്ത ആളെ പറ്റി റെഫറൻസ് ഉച്ചയ്ക്ക് ശേഷം പറഞ്ഞു. പുള്ളിയായിരുന്നെങ്കിൽ ആ ലെൻസ് ഇട്ടിട്ട് പെട്ടെന്ന് എടുത്ത് എപ്പോൾ ഈ സീൻ തീർത്തന്നെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് എനിക്ക് കേട്ടു. അപ്പോൾ ഈവനിങ് ഞാൻ പോയി പറഞ്ഞ് ഒന്ന് ചെയ്യാം, നമുക്ക് റിഫ്റ്റ് കൊണ്ട് വേണ്ട, ഞാൻ മാറിത്തരാം, ആ ക്യാമറമാനെ തന്നെ വിളിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ അഴപ്പച്ചേട്ടാ ഫീൽ ചെയ്താന്ന് ചോദിച്ചു. ഞാൻ ഫീൽ ചെയ്ത്, അതുകൊണ്ടാണ് ചോദിച്ചത്. കാരണം ഇവരുടെ ഇതിൽ ഒരു ലെൻസ് സൂം ലെൻസ് ഇട്ട് കഴിഞ്ഞാൽ ആ ലൊക്കേഷനിലിരുന്ന് തന്നെ എല്ലാം ക്യാപ്ചർ ചെയ്ത് അങ്ങനെ ഹ്യൂമർ ഫിലിം ചെയ്തപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻ്റായിട്ട് ബ്ലോക്ക് ലെൻസൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതൊരു പുള്ളിക്കൊരു പുതുമയായിരുന്നിരിക്കും, അല്ലെങ്കിൽ ഡിലേ എന്തുകൊണ്ടെന്ന് മനസ്സിലാവാത്തത് കൊണ്ടോ അങ്ങനെ അടിച്ച്. അപ്പം ഞാനത് സീരിയസ് ആയിട്ട് തന്നെ എടുത്തത്. സച്ചി അത് ഇടപെട്ടിട്ട് അടുത്ത ദിവസം കോംപ്രമൈസ് ചെയ്ത് രണ്ടുപേരും വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോ ലൈറ്റിങ് നടക്കുമ്പോൾ പുള്ളി ഇങ്ങനെ ഇംപേഷ്യൻ്റ് ആവുന്നത് ഞാൻ കാണുന്നുണ്ട്. കാരണം ആ ഒരു ഫ്ലാറ്റ് ലൈറ്റിങ് എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല. ഒരു യൂത്തിൻ്റെ പടമാണ്, എല്ലാം യൂത്താണ്. അപ്പോൾ അതിൻ്റെ ഓരോരോ ഷോട്ടുകൾ എടുക്കുമ്പോൾ ഒരു ആഡ് ഫിലിം കോൺസെപ്റ്റിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കളർഫുള്ളായിരിക്കണം, അതിങ്ങനെ ഒരു പറയാം മോൾഡഡ് ലൈറ്റിംഗ് ആയിരിക്കണം, ഇതെല്ലാവരും തിളങ്ങണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ പാറ്റേണിലാണ് ഞാൻ ചെയ്തത്. ഒരേ കടലോ അങ്ങ് ലൈറ്റ് ഇല്ലെന്ന് പറഞ്ഞിട്ട് അവിടെ മമ്മൂക്കയുടെ ഫീലിംഗ് ഒക്കെ ഉണ്ടായി. ഇവിടെ ലൈറ്റ് കൂടിപ്പോയി സമയം എടുക്കുന്നതിന്. അപ്പോൾ ഒരേ കൺഫ്യൂഷൻ, ഇത് എങ്ങനെയാണ് ഇൻഡസ്ട്രി ബാലൻസ് ചെയ്യണമെന്നുള്ള ഒരു കൺഫ്യൂഷൻ. പക്ഷേ റഷ്യൊക്കെ വന്നിട്ട് റിസൾട്ട് കൺഫ്യൂഷൻ ഷാഫി പറഞ്ഞ് ഐ എം സറണ്ടഡ്, ഇനി അങ്ങനെ തന്നെ പോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ചോക്ലേറ്റ് തുടങ്ങുന്നത്. പിന്നെ ചോക്ലേറ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചില ഇപ്പം ചോട്ടാ മുമ്പിൽ ആ ഒരു പ്രശ്നങ്ങളുണ്ടായില്ല. അൻവർ റഷീദ് ഒരു റസ്റ്റിക്കായിട്ട് ക്യാമറ ചെയ്യുകയാണെങ്കിലും അതിൽ വരുന്ന ഓരോരോ ആംഗിൾ ചൂസ് ചെയ്യുമ്പോൾ ഈ എൻജോയ്സ്. അപ്പോൾ ഷാഫി ആ ഒരു സ്റ്റോറി ടെല്ലറായിരുന്നു, ചിലപ്പം സിങ്ക് ഔട്ടായി കാണും. പിന്നെ ആ പടം വന്ന് റിലീസായി യൂത്തിൻ്റെ ഇടയ്ക്ക് ഭയങ്കര പോപ്പുലർ ഫിലിമായിട്ട് മാറിയ ശേഷം പിന്നെ 5 പടം ചെയ്യേണ്ടത് ഷാഫിയും. പിന്നെ ഞങ്ങൾ തിക്ക് ഫ്രണ്ട്സായി. മേക്കപ്പ് മാൻ ചെയ്തു, ലോലിപോപ്പ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് 101 വെഡ്ഡിങ്, പിന്നെ 2 കൺട്രീസ് വിളിച്ചപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല, പിന്നെ വേറൊരു പടത്തിൽ വിളിച്ച്. അങ്ങനെ നല്ലൊരു ഡയറക്ടറാണ്. നല്ല ഡയറക്ടറിന് എല്ലാവരെയുമേ ഒരേ റെസ്പെക്റ്റ് കൊടുത്ത് ആ സെറ്റിൽ ഭയങ്കര ഒരു ഡയറക്ടറിന് ഒരു ഫീലിംഗ് കൊടുക്കാതെ എല്ലാവരുടെയും ഒരു ഫ്രണ്ടായിട്ട് മൂവ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഈ എന്നെ ഒരു ഫ്രണ്ടായിട്ട് കണക്കാക്കിയത് കൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് ആ ജോക്ക് മനസ്സിലാവാത്ത കൊണ്ട് ഞാൻ ഒരു ഡിസ്കംഫർട്ട്. പിന്നെ ഇത്ര ഒരു എന്ത് പ്രോബ്ലം ആണെങ്കിലും ഒരു ടെൻഷൻ ആവാത്ത ഒരു ഡയറക്ടർ വളരെ റെയറാണ്. പക്ഷേ പുള്ളിയുടെ ഒരുപാട് പടങ്ങൾ, ഇപ്പോൾ അടുത്ത പടവും ഞങ്ങളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പുള്ളി മരിക്കുന്ന തലേ ദിവസം വരെ അതേപ്പറ്റി സംസാരിച്ചിട്ട് ഇരുന്ന്. അപ്പോൾ ഇത്ര ഒരു സീരിയസ് ഡെത്ത് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് വളരെ കംഫർട്ടബിളായിട്ട് പിന്നെ ഓരോരോ ഇപ്പോൾ തായ്ലാൻഡിൽ പോയി ഞങ്ങളൊരു പടം ചെയ്തു. ലോലിപോപ്പിൻ്റെ ഒരു സോങ് ചെയ്യാൻ വേണ്ടി തായ്ലാൻഡ് വരെ പോയി. ബാങ്കോക്കിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ അവിടെ വലിയ സമരം വിപ്ലവമൊക്കെ ഉണ്ടായി. എയർപോർട്ടൊക്കെ ചീസ് ചെയ്തിട്ട്
അപ്പോൾ ഇന്ത്യയിലിരുന്നിട്ട് ഇവിടെ ഫിലിം പീപ്പിൾ ക്രൂ പീപ്പിൾ സ്റ്റക്കായിരിക്കാൻ പറയുന്ന എല്ലാ റിപ്പോർട്ടിങ് അവസാനം എല്ലാവരും എന്നെയാണ് വിളിക്കാൻ തുടങ്ങി. പല ടെലിവിഷൻ നാഷണൽ ചാനലൊക്കെ എങ്ങനെയോ എൻ്റെ നമ്പർ കണക്ട് ചെയ്തിട്ട് ഞാൻ വാട്ട് ഈസ് ഹാപ്പനിങ് റിപ്പോർട്ടറുടെ ജോലി ചെയ്യാൻ തുടങ്ങി. കാരണം ഇവിടെ എത്ര പേര് എയർപോർട്ടിൽ എങ്ങനെ നടക്കുന്നത്, പിന്നെ വീഡിയോ എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കുന്നത്, മെയിൽ വഴിയാണ് അയച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഒരു വൺ ഡേ നമ്മൾ സ്റ്റക്കായിപ്പോയി. അങ്ങനെ അവിടെ വെച്ച് ആയപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഒരിയേണ്ട, ഈ സോങ് പോലെ തന്നെ ഇന്നൊരു സോങ് നമ്മൾ കൊച്ചിയിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ ഷാഫി, യു ബിലീവ് മീ എന്ന് പറഞ്ഞു. അങ്ങനെ തായ്ലാൻഡ് സോങ് ചെയ്യാണ്ടിരുന്ന സോങ് നമ്മൾ കൊച്ചിയിൽ വന്നിട്ട് അന്ന് ജോസഫായിരുന്നു ആ ഡയറക്ടർ. പുള്ളിയെടുത്ത് പറഞ്ഞ് നമ്മളൊരു വേറൊരു ഡിഫറെൻറ്റ് ലുക്ക് കൊണ്ടുവരണം ഈ കൊച്ചിയെ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട് പിക്ചറൈസേഷൻ ചെയ്ത. ആക്ച്വലി ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ തായ്ലാൻഡിൽ ചെയ്ത പാട്ടുകാട്ടിലും നല്ലൊരു വിഷ്വൽ ബ്യൂട്ടി കിട്ടിയത് ഇവിടെയാണ്. അപ്പോൾ തലപ്പാവ് വർക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ പടം തുടങ്ങി 4ാമത്തെ ദിവസം ഷൂട്ടിംഗ് നിൽക്കാനുള്ള ഒരു ഏർപ്പാടായി. കാരണം ഫണ്ടില്ല, ദർ ഇസ് നോ ഫണ്ട്, ഈവൻ ബ്രേക്ക്ഫാസ്റ്റിന് പൈസ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പിന്നെ എൻ്റെ ATM കാർഡ് എടുത്തിട്ട് പോയിട്ട് അത് ATM നിന്ന് കുറച്ച് ഉള്ള പൈസ എടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും നമ്മൾ കഴിച്ച് വീണ്ടും ഷൂട്ടിംഗ് തുടങ്ങി. ഉച്ചയാകുമ്പോൾ ലഞ്ചിന് പൈസ അല്ല, അത് എങ്ങനെ മാനേജ് ചെയ്യാൻ പറഞ്ഞപ്പം വേറെ എന്തൊക്കെയോ പ്രോബ്ലമായി ഷൂട്ടിംഗ് നിന്നുപോയി.